ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളുടെ ഡെന്റൽ ക്ലിനിക്കിൽ വരുന്ന ഒട്ടുമിക്ക പാരൻസിൻ്റെയും പ്രശ്നമാണ് അവരുടെ കുഞ്ഞുങ്ങളിൽ വരുന്ന പല്ല് പെട്ടെന്ന് തന്നെ കേട് വരുന്നു, അല്ലെങ്കിൽ കറുത്ത നിറമാവുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോവുകയാണ് എന്നുള്ളൊരു കംപ്ലൈൻറ്റ്. അപ്പോൾ പാരൻസ് ഒക്കെ ഭയങ്കര വെറീഡാണ് കുഞ്ഞുങ്ങളുടെ പല്ലിനെ കുറിച്ച് ഓർത്ത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങളിൽ നമ്മളെ ദന്ത സംരക്ഷണത്തിനെ കുറിച്ചാണ്. എപ്പോൾ തൊട്ട് അവരുടെ പല്ല് നമ്മൾ കെയർ ചെയ്ത് തുടങ്ങണം, ബ്രഷിങ് എപ്പോൾ തൊട്ട് തുടങ്ങണം, അവർക്ക് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാമോ, അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് ഡെന്റൽ കെയറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എപ്പോൾ തൊട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ ഓറൽ കെയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? പലർക്കും പല അഭിപ്രായമായിരിക്കും. ചിലർ പറയും 6 months ഫസ്റ്റ് പല്ല് വന്നതിന് ശേഷം തുടങ്ങിയാൽ മതി എന്നുള്ളത്. ചിലർ പറയും 2 year ആകുമ്പോൾ, അതായത് 2 വയസ്സിൽ എല്ലാ പ്രൈമറി ടൂത്തും പാൽപ്പല്ലുകളൊക്കെ വന്നതിന് ശേഷം ക്ലീനിങ് ഒക്കെ തുടങ്ങിയാൽ മതി എന്നുള്ള അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ആക്ച്വലി നമ്മൾ പ്രഗ്നൻസി ടൈം തൊട്ടേ ഈ ഓറൽ കെയർ സ്റ്റാർട്ട് ചെയ്യണം. പ്രഗ്നൻസി ടൈമിൽ നമ്മൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ ഓറൽ കെയർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മൾ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മളുടെ ഓറൽ കെയർ പ്രോപ്പർ ആയിട്ട് ചെയ്യുക. പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഒരുപാട് ഡെന്റൽ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രഗ്നൻസി കഴിയട്ടെ, ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ട്രീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കരുത്. നമുക്ക് എന്തായാലും കൃത്യമായിട്ട് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് റെഡിയാക്കണം. കാരണം നമുക്ക് കുട്ടി ഉണ്ടായതിനു ശേഷം കുഞ്ഞിന് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവർക്ക് കൊടുക്കുന്ന സ്പൂൺ തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ യൂട്ടൻസിൽസ് ഒക്കെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വായിലുള്ള കേട് ക്രോസ് ഇൻഫെക്ഷൻ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ട്രൈമസ്റ്റർ സേഫ് പീരിയഡ് ആണ് ഡെന്റൽ ട്രീറ്റ്മെന്റ്സിനൊക്കെ. അപ്പോൾ എന്തായാലും ആ ഒരു ടൈമിൽ പോയിട്ട് എന്തെങ്കിലും കേടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റെഡിയാക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാൽസ്യം സപ്ലിമെന്റ്സ് കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളത്. കാരണം കാൽസ്യം കുഞ്ഞിൻ്റെ ടീത്തിനും ബോണിനും ഒക്കെ വളരെ ആവശ്യമാണ് ഡെവലപ്മെന്റിന്. അപ്പോൾ എന്തായാലും നമുക്ക് തരുന്ന ആ ഒരു ഡോസ് നമ്മൾ കൃത്യമായിട്ട് എടുക്കുക. ഇനി നമ്മൾ കുഞ്ഞ് ജനിച്ചതിന് ശേഷം എങ്ങനെയാണ് ഓറൽ കെയർ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ പല്ലുകളൊന്നും ഉണ്ടാവില്ല, വെറും മോണ മാത്രമായിരിക്കും ഉണ്ടാവുക. എക്സെപ്ഷണൽ കേസസിൽ പല്ല് ഉണ്ടാവാറുണ്ട്. ബാക്കി എല്ലാവർക്കും വെറും കുഞ്ഞു മോണകൾ മാത്രമാണ് ഉണ്ടാവുക. ആദ്യത്തെ 6 മാസം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാല് മാത്രമാണ് കൊടുക്കുന്നത്, വെള്ളമൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ കുടിക്കുന്ന പാല് മോണയിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കാനും അവിടെ ബാക്ടീരിയ വന്ന് ഇനി വരാൻ പോകുന്ന പല്ലുകളെ കേടുവരുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ തവണ പാല് കൊടുത്തതിന് ശേഷം അവരുടെ മോണകൾ നല്ല വൃത്തിയായിട്ട് വൈപ്പ് ചെയ്യണം. നമുക്കൊരു നനഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള വൃത്തിയുള്ള ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം നമുക്ക് ജെന്റിലായിട്ട് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി 6 മാസമൊക്കെ ആകുമ്പോഴാണ് ഫസ്റ്റ് പല്ല് കുഞ്ഞുങ്ങൾക്ക് വരിക. താഴത്തെ വരിയിൽ ഈ 2 ഫ്രണ്ടിലെ കുഞ്ഞു പല്ലുകളാണ് ആദ്യം വരിക. അപ്പോൾ പല്ല് വന്നതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഒരുപാട് ടൂത്ത് ബ്രഷസ് ഉണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിലിക്കോണിൻ്റെ ഫിംഗർ ബ്രഷസ് ഉണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബ്രഷുകളുണ്ട്, ചെറിയ സോഫ്റ്റ് ബ്രിസിൽസ് ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാർട്ടൂൺ അങ്ങനത്തെ ചിത്രങ്ങളൊക്കെയുള്ള പല രീതിയിലുള്ള ബ്രഷുകളുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ആദ്യത്തെ മാസങ്ങളിലൊക്കെ ടൂത്ത് പേസ്റ്റ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് നമ്മളിങ്ങനെ വെള്ളം കാണിച്ചതിന് ശേഷം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. വലിയ ആൾക്കാരിൽ യൂസ് ചെയ്യുന്ന പോലത്തെ ബ്രഷിംഗ് ടെക്നിക്സ് ഒന്നും നമ്മൾ കുഞ്ഞുങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂല. അവർ മര്യാദക്ക് പല്ല് കാണിച്ചു തന്നാൽ തന്നെ ഭാഗ്യം. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ രാവിലെയും രാത്രിയും നന്നായിട്ട് ബ്രഷ് ചെയ്യിപ്പിക്കുക, അത്യാവശ്യം വൃത്തിയാവുന്ന രീതിയിൽ. ഫസ്റ്റ് കുറച്ച് ദിവസങ്ങളിലൊന്നും പേസ്റ്റ് യൂസ് ചെയ്യേണ്ട. ബ്രഷിങ്ങിനോട് അവരൊന്ന് അഡാപ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെല്ലെ പേസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കുഞ്ഞുങ്ങളിൽ വളരെ കുറച്ച് പേസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ. 6 months പ്ലസിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പേസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഫ്ലൂറൈഡിൻ്റെ അളവ് കുറച്ചിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളുണ്ട്. അത് നമുക്കൊരു ലെയർ ആയിട്ട് ഒരു അരിമണീൻ്റെ ഒക്കെ വലുപ്പത്തിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ചില കുട്ടികൾക്ക് ബ്രഷിങ്ങിനോട് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ പാരൻസ് ബ്രഷ് ചെയ്യുന്ന സമയത്ത് അവരെയും കൂട്ടുക, അല്ലെങ്കിൽ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊപ്പം ബ്രഷ് ചെയ്യിപ്പിച്ച് ശീലിപ്പിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രഷിങ് വീഡിയോസ് ഒക്കെ ഉണ്ടാവും, കാർട്ടൂൺ വീഡിയോസ് ഒക്കെ. അപ്പോൾ അതൊക്കെ കാണിപ്പിച്ച് ബ്രഷിങ്ങിനോട് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരുത്തിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവർക്ക് കൊടുക്കുന്ന ഓരോ ഐറ്റംസും നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക. ഇപ്പോൾ പാസിഫയർ ആണെങ്കിലും ഓരോ യൂസിന് ശേഷവും മുമ്പും നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കുക. സ്റ്റെറിലൈസ് ചെയ്തിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാരീസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും രാത്രി നമ്മൾ ഫീഡ് ചെയ്യാതിരിക്കുക. ഇനി അഥവാ രാത്രി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുത്തതിന് ശേഷം നന്നായിട്ട് പല്ലൊക്കെ ഒന്ന് വൈപ്പ് ചെയ്യുക.
കുഞ്ഞുങ്ങളിൽ അതുപോലെ കണ്ടുവരുന്നതാണ് വായിലും കവിളത്തൊക്കെ ആയിട്ട് പൂപ്പല് വരിക, നാവിലൊക്കെ ആയിട്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് പല്ലിൻ്റെ ഒപ്പം തന്നെ ഈ നാവ് അതുപോലെ തന്നെയുള്ള സോഫ്റ്റ് ടിഷ്യൂസ് ഒക്കെ നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി അഥവാ പൂപ്പല് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് അതിനെതിരെയുള്ള മെഡിക്കേഷൻസ് എടുത്താൽ മതി. 6 മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓരോ തവണ നമ്മൾ ഭക്ഷണം കൊടുത്തതിന് ശേഷം വായ നന്നായിട്ട് വൃത്തിയാക്കുക. കുൽക്കുഴിയിപ്പിക്കാനൊക്കെ ശീലിപ്പിക്കുക കേട്ടോ കുട്ടികളെ. അതുപോലെ തന്നെ നമ്മൾ അമിതമായിട്ട് മധുരം കൊടുക്കാതിരിക്കുക. ഇപ്പോൾ ചോക്ലേറ്റോ അങ്ങനത്തെ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് ഒക്കെ കൂടുതൽ കൊടുക്കാതിരിക്കുക. ഇനി ഏകദേശം 1 വയസ്സൊക്കെ ആവുമ്പോൾ നമ്മൾ ഒരു ഡെന്റൽ വിസിറ്റ് നടത്തുക. അപ്പം ചെന്നിട്ട് നമ്മളെ കുഞ്ഞുങ്ങളുടെ പല്ല്, അതുപോലെ തന്നെ എല്ല്, ഓറൽ ടിഷ്യൂസ് എല്ലാം നോർമലാണ്, അതിൻ്റെയൊക്കെ ഗ്രോത്തിനൊന്നും കുഴപ്പമില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക. പിന്നെ നമ്മൾ ഓരോ 6 മാസം കൂടുമ്പോഴും ഒന്ന് ഡെന്റിസ്റ്റിനെ പോയി കണ്ട് പല്ലുകളൊക്കെ ഹെൽത്തി ആണ്, ഓക്കെ ആണ് എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പുവരുത്തുക. ഇനി ഏകദേശം 2 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞുങ്ങളുടെ എല്ലാ പാൽപ്പല്ലുകളും വരും. അപ്പം നമുക്ക് പേസ്റ്റിന്റെ അളവ് കുറച്ചും കൂടെ ഒന്ന് കൂട്ടാം. ഏകദേശം 3 വയസ്സിന് ശേഷം ആകുമ്പോൾ നമുക്ക് ഇതൊരു പയറുമണീന്റെ സൈസിലാക്കാം. അല്ലാണ്ട് പരസ്യത്തിൽ കാണുന്ന പോലെ നമ്മൾ ഈ ഒരു ഷേപ്പിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു പയറുമണീന്റെ അളവ് മതി അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ബ്രഷ് ചെയ്യാൻ. അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ പതയുമ്പോൾ കുട്ടികൾക്ക് പിന്നെയും ബ്രഷ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കൂടും. എന്തായാലും നമ്മൾ കൃത്യമായിട്ട് 2 നേരം ബ്രഷ് ചെയ്യിപ്പിക്കണം. ഇനി ഒരു 6 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മളുടെ ഫ്രണ്ടിലെ പാൽപ്പല്ലുകൾ പറഞ്ഞ് പെർമനന്റ് പല്ലുകൾ വരിക. അതുപോലെ തന്നെ ബാക്കിലെ പെർമനന്റ് അണപ്പല്ല്, മോളാർ ടൂത്ത്, ഒന്നും പറയാതെ തന്നെ വരുന്ന മോളാർ ടൂത്ത് വരുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഫ്ലൂറൈഡ് ട്രീറ്റ്മെന്റ്സ്, പിറ്റ് ആൻഡ് ഫിഷർ സീലൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് വന്ന പല്ലുകളെ കേട് വരാതിരിക്കാൻ സഹായിക്കാനും ഇനി എന്തെങ്കിലും ചെറിയ കേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് കൂടുതൽ കേട് വരാതിരിക്കാനൊക്കെ സഹായിക്കുന്ന ട്രീറ്റ്മെന്റ്സ് ആണിത്. ഇതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഇനി നിങ്ങൾ ഡെന്റൽ ചെക്കപ്പിനൊക്കെ പോകുന്ന സമയത്ത് ഡെന്റിസ്റ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ ഓറൽ കെയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കുഞ്ഞുങ്ങളൊക്കെയുള്ള അമ്മമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.